ഞാൻ വേണേ വലതുകാലം വെച്ച് തുടങ്ങിത്തരാം. എന്റെ മനസ്സിൽ പ്ലാനൊക്കെ ഉണ്ട്. പിടിക്കവനെ എന്നെ ശരി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റാം. ഇനിയും മത്സരം മലവെള്ളം പോലെ പോണവൻ രാമഭദ്രൻ തങ്ങിയവൻ. പിടിച്ചോ പിടിച്ചോ. അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ച അതിനു പോലെ അവനങ്ങ് ഷൈൻ ചെയ്തു. ഇനിയല്ലേ വർക്കി സാറേ എന്റെ ശരിക്കുള്ള പണി തുടങ്ങുന്നത്. തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. കണ്ട ഒഴിഞ്ഞു മാറിയത്. നീ ആരാണ് ഈ പേടിപ്പിക്കുന്നേ എന്നെ? നീ അറിഞ്ഞ ഞാൻ പെട്ടു കൊണ്ട്. നീ തീർന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ചത്ത് 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 ചത്ത്. അല്ല ആശ ഒഴിഞ്ഞു മാറുമെന്ന് പറഞ്ഞു. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അയ്യോ കരയല്ല. മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. തോമസേ അതിങ്ങെടുക്ക. പട്ടാളം തന്നെ വരട്ടടാ. ആറ്റം ടാങ്ക് പോലെ നിൽക്കും. വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഏത് തരം ആക്രമണം ഉണ്ടായാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം തടി രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആരെങ്കിലും ഒന്ന് വിളിക്ക്. ആരോഗ്യമുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി. എന്താടാ നീ തകയില്ല. വെക്കടാ വെടി. എന്റെ പൊന്നു സാറേ, ഞങ്ങളെ തോക്കെടുത്ത് വെടിവെച്ചു. ഇവിടെ ആരും കാണില്ലല്ലോ. ഇന്ന് ആ പന്നിയുടെ അന്ത്യ.